ബഹുമാനപ്പെട്ട അധ്യാപകരെ, പ്രിയപ്പെട്ട കൂട്ടുകാരെ, ലോക മനസാക്ഷിയെ ഞെട്ടിച്ച 1945 കറുത്ത ദിനങ്ങളെ ഓർമ്മപ്പെടുത്തി വീണ്ടും ഒരു ഹിരോഷിമ നാഗസാക്കി ദിനം. ലോകത്തെ ദുഃഖത്തിലാഴ്ത്തിയ രണ്ട് വലിയ ദുരന്തങ്ങളാണ് ഹിരോഷിമയും നാഗസാക്കിയും. മറക്കാനാവാത്ത മുറിപ്പാടുകൾ നൽകിയ ആ ദിനങ്ങളാണ് 1945 ഓഗസ്റ്റ് 6, 9 എന്ന ദിവസങ്ങൾ. രണ്ടാം ലോക മഹായുദ്ധത്തിന്റെ അവസാന കാലഘട്ടത്തിലാണ് ലോകത്തെ വിറപ്പിച്ച ഈ സംഭവങ്ങൾ ഉണ്ടായത്. ജപ്പാനിലെ ഹിരോഷിമ, നാഗസാക്കി എന്നീ നഗരങ്ങളിൽ അമേരിക്ക 2 പ്രാവശ്യം ആറ്റം ബോംബ് ആക്രമണം നടത്തി. ലോകത്ത് ആദ്യമായി യുദ്ധത്തിനിടയിൽ അണുബോംബ് ഉപയോഗിച്ച ദിനമായിരുന്നു ആഗസ്റ്റ് 6. ജപ്പാനിലെ നഗരമായ ഹിരോഷിമയിലാണ് ആദ്യത്തെ അണുബോംബ് വീണത്. നിഷ്കളങ്കരായ ജനതയ്ക്കുമേൽ സാമ്രാജ്യത്വം ചൊരിഞ്ഞ കൊടും ഭീകരത. 3.5 ലക്ഷം ജനസംഖ്യ ഉണ്ടായിരുന്ന നഗരത്തിലെ 2 ലക്ഷം പേരും മരണമടഞ്ഞു. സ്ഫോടനം നടന്ന ഹിരോഷിമയിൽ ഏകദേശം എല്ലാ കെട്ടിടങ്ങളും തകർന്നടിഞ്ഞു. 2 ലക്ഷത്തിലധികം പേർ ആണവ വികിരണത്തിന്റെ ഫലമായി ജനിതക വൈകല്യങ്ങൾ ഉള്ളവരായി തീർന്നു. മാറാരോഗങ്ങൾ ഇന്നും ആയിരങ്ങളെ വേട്ടയാടുന്നു. ദിവസങ്ങളുടെ ഇടവേളയിൽ ആഗസ്റ്റ് 9 നാഗസാക്കി നഗരത്തെയും അമേരിക്ക തകർത്തെറിഞ്ഞു. ഹിരോഷിമ ദുരന്തത്തെ അതിജീവിച്ച് പിന്നീട് രക്താർബുദം ബാധിച്ച് മരണത്തിന് കീഴടങ്ങിയ സഡാക്കോ സസാക്കി എന്ന പെൺകുട്ടി ഇന്നും ലോക മനസ്സുകളിൽ വിങ്ങുന്ന ഓർമ്മയാണ്. സഡാക്കോ സസാക്കി ഉണ്ടാക്കിയ പേപ്പർ കൊക്കുകൾ ഇന്ന് ലോക സമാധാനത്തിന്റെ പ്രതീകമായി കണക്കാക്കപ്പെടുന്നു. മറ്റൊരു മഹായുദ്ധത്തിനായി ലോകരാജ്യങ്ങൾ മുന്നിട്ടിറങ്ങാത്തത് ഇനിയും മാറാത്ത ദാരുണ ചിത്രങ്ങളായി ഹിരോഷിമയും നാഗസാക്കിയും നമ്മുടെ മുന്നിൽ അവശേഷിക്കുന്നത് കൊണ്ടാണ്. ഇനിയൊരു അണുബോംബ് വർഷം ഉണ്ടായാൽ അതിനെ ചെറുക്കാനുള്ള കരുത്ത് ലോകത്തിനില്ല. യുദ്ധങ്ങൾ സൃഷ്ടിക്കുന്ന നാശനഷ്ടങ്ങളും അവയുടെ പ്രത്യാഘാതങ്ങളും പറഞ്ഞറിയിക്കാൻ പറ്റാത്തത്ര വലുതാണ്. അതുകൊണ്ടു തന്നെ ലോക സമാധാനം പുലരേണ്ടതിനായി ഓരോ മനുഷ്യനും പ്രതിജ്ഞയെടുക്കേണ്ട സമയമാണിത്. ലോകത്തിനിയൊരു ഹിരോഷിമയും നാഗസാക്കിയും ഉണ്ടാകാതിരിക്കാൻ നമുക്ക് പ്രാർത്ഥിക്കാം. നന്ദി, നമസ്കാരം.